ഹലോ ഗായ്സ്, നെക്സ്റ്റ് സീസണിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ആണ്. കണ്ടപ്പോ തന്നെ മനസ്സിലായി കളിയാൻ രണ്ടാമത് പറഞ്ഞെന്തിനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേസ് ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തിട്ടുണ്ട്, ഇപ്പോൾ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് വില്ലേജ് ആണ്. ഫസ്റ്റ് വില്ലേജ് അപ്പുറത്താണ്. അത് മാത്രം ഇതാണ് നമ്മുടെ സെക്കൻഡ് വില്ലേജ്. ഞാൻ ഇടയ്ക്ക് ഇതൊരു കടലാണ് കണ്ടതാണ്. ഇതാണ് വലിയ വില്ലേജ് മറ്റേതിനെക്കാട്ടും. അപ്പം നമ്മുടെ ആർമറാണ്. അതെ, ഫുള്ള് ഒരു പാൻറ് മിസ്സില്ല. അതും കൂടെ ആയ ഫുൾ ആർമറാവും. വേറൊരു കൗ ഫാമും കൂടെ ഉണ്ടാക്കും. അതിന്റെ ട്യൂട്ടോറിയൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓടാ പോയി പണിയറാ. നമുക്ക് വീടുണ്ടാക്കിയിട്ട് നേരെ കാണാം. പിന്നെയും ഒരുപാട് സമയം കഴിഞ്ഞു. നീണ്ട പരിശ്രമത്തിനുള്ളിൽ ഞാനത് പണിഞ്ഞു കഴിച്ചു. നോക്ക്, ഇതാണ് എന്റെ കൊട്ടാരം. കൊട്ടാരം പോലല്ല ഇരിക്കുന്നത്. ഇതാണ് എന്റെ കൊട്ടാരം. ഞാൻ പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിന്റെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഒരു 2 ഡോഗിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മരംപെട്ടം പോകും 2 ഡോഗികളെ കിട്ടി. അമ്മമാർക്ക് പേരിടേണ്ടത് കമന്റ് ഇടുക. നിങ്ങൾക്ക് ഇനി അധികമാണ് കമന്റ് ഇടാൻ. ആരും ഇട്ടില്ലേ നമ്മൾ തന്നെ പേരിടുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പേരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ വളരെ ഉപകാരം. ഇഷ്ടം പോലെ റൂമൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഹെൽത്തിൽ നമുക്കിപ്പോ തന്നെ കൗ ഫാം ഉണ്ടാക്കാം. ഇതിന് മണ്ടയിലോട്ട് പോയാലും ഇവിടെ റൂഫ് ഇതുണ്ട്. നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് വാട്ടർ മാർക്കറ്റ് എടുത്ത് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ബേസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ ആയിട്ടാണ് മറ്റേ ഇതുണ്ടാക്കാൻ പോകുന്നത്. കൗ ഫാം ഇതല്ലായിരിക്കും നമ്മുടെ മെയിൻ ബിൽഡിംഗ് ഏരിയ. നമ്മൾ നല്ലൊരു ബിൽഡിംഗ് ഏരിയ കണ്ടുപിടിക്കും. ഇപ്പൊ നമുക്ക് ഒട്ടും ഇതില്ലാത്തതുകൊണ്ട് ഫുഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാക്കുവാണ്. ഇതിനു വേണ്ട റിസോഴ്സ് ഞാനവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിരിക്കുന്ന ഇത്ര സാധനങ്ങളാണ് ഇതിനു വേണ്ട റിസോഴ്സ്. അപ്പൊ നമുക്കിത് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ചൈൽഡ് വെബ്സൈറ്റ് കാണിക്കുന്നില്ല, അല്ലാതെ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ സ്റ്റെയർ എടുത്ത് ഒന്ന് അതിന്റെ അടിയിൽ ഒരു ടെമ്പർ ബ്ലോക്ക്, പിന്നെ ഒരു സ്റ്റെയർ, ഒരു ടെമ്പർ ബ്ലോക്ക്, ഒരു സ്റ്റെയർ ഇങ്ങനെ വെച്ചിട്ട് ഇത്ര ബിൽഡ് ചെയ്യണം. എന്നിട്ട് ഒരു ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് അതായിട്ട് കണക്ട് ചെയ്ത് ഈ ഹോപ്പർ ഇങ്ങനെ കണ്ടില്ലേ. എന്നിട്ട് നമ്മുടെ ഈ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് നോക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ല, സോറി ഗൈസ്, ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ട് ഒരു ടെമ്പർ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങോട്ടൊരെണ്ണം വെച്ചിട്ട് ഒരു ടെമ്പർ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങോട്ടൊരെണ്ണം വെച്ചിട്ട് ഇത് പൊട്ടിച്ചാൽ മതി. ഇത്ര ഒന്ന് കഴിച്ചു. ഇത് ഇത്ര സിമ്പിളാണ്. അപ്പം ഇതിനടിയിരിക്കുന്ന ബ്ലോക്ക് എടുത്ത് കളഞ്ഞേക്കാം. നമ്മൾ എടുത്ത് കളഞ്ഞു. ഈ ബ്ലോക്ക് ഇവിടെ തന്നെ ഇരിക്കണം. ഇതാണ് പൊട്ടിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ 3 ഗ്ലാസ് കൊടുക്കും. 1 2 3 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പശുവിനെ പിടിച്ചിടാം. അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. പശുവിനെ പിടിച്ചിട്ടിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ ഞാൻ കയറ്റി. പിന്നെ ഇനി ബിൽഡ് ചെയ്താൽ ശരിയാകത്തില്ല. അതിന് മുമ്പ് നമുക്ക് ഈ ടെമ്പർ ബ്ലോക്ക് പൊട്ടിച്ചളഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് പൊട്ടിച്ചളഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ വാട്ടർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്താൽ ഇത്രേ ഉള്ളൂ. ഇനി ഉമ്മാരെ ഇങ്ങനെ ബ്രീഡ് ചെയ്തോണ്ടിരുന്നാൽ ബ്രീഡായി കഴിയുമ്പം ഈ ഇറണ്ടതാണ്. വേറെ ആരും വന്നിട്ടില്ല. പിന്നെ നമുക്ക് നിൽക്കും വരുന്നുണ്ട്. ഓപ്പറേറ്റ് കണക്റ്റാ അപ്പോൾ ഇത്രയും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഉമ്മാരെ ആവുന്നതനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്യാം. നമുക്ക് പക്ഷേ ഇതില്ല ഗൈസ്, വീട്ടില്ല. നമുക്ക് വീട്ടും കൂടെ കൃഷി ചെയ്യണം. അപ്പം അത് ഞാൻ വലിയ കാണിക്കുന്നില്ല കൃഷി ചെയ്യണം. വീടിൻ്റെ അകത്ത് കുറച്ച് ഇന്റീരിയർ നോക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഒരു പിടിയില്ല. നമുക്ക് ഇവിടെ ഫെൻസ് വെച്ചാൽ കൊള്ളാം. ഇവിടെ ഒരു വെച്ചിട്ട് ഇങ്ങനെ ഇതല്ല ഈ സ്കൂട്ടിൻ്റെ ഫെൻസ് വെച്ചാൽ നമുക്ക് സ്കൂട്ടിൻ്റെ ഫെൻസ് വെച്ച് നോക്കാം. ഈ സ്റ്റെയർ ഇടാം. സ്റ്റെയറിന് ആരും നമുക്ക് ഇങ്ങനെ നോക്കാം. അങ്ങനെ ഇത്ര സാധനങ്ങൾ മതി. ഇനി നമുക്ക് എല്ലായിടത്തും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഗൈസ് ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമാണ്, എൻ്റെ കയ്യിലൊരു ഡയമണ്ടിൻ്റെ ആക്സ് ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ചെസ്റ്റ് തുറന്ന് നോക്കി 15 ഡയമണ്ട് ഇരിപ്പുണ്ട്. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് ഇത്ര ഡയമണ്ട് കിട്ടി. 18 ഡയമണ്ട് കിട്ടി. പിന്നെ 3 ഡയമണ്ട് നമുക്ക് സ്പിത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മളൊരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമുക്കൊരു പിക്കാസും കൂടെ ഉണ്ടാകാം. നമുക്കൊരു പിക്കാസും കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അയണമില്ല. നമ്മൾ അടുത്തതിനടുത്ത ഇതിലോ നമുക്ക് ഒരു അയൺ ഫാം കൊണ്ട് ഉണ്ടാക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അയൺ ഫാം ഉണ്ടാക്കണം. നമുക്ക് ബാക്കി ഡയമണ്ട് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ബെഡ്റൂം കഴിച്ചു. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഇതാണ് ബെഡ്റൂം. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയിലെ നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പോസിൻ്റെ ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ നിന്നിട്ട് ഇത് ഇങ്ങനെ അടച്ചടയത്തില്ല. നമുക്ക് ഇവിടെ 2-3 കാർപ്പറ്റ് ഇടാം. അതിപ്പോൾ ഫുള്ള് നമുക്ക് കാർപ്പറ്റ് ഇടാൻ പറ്റും. ഇല്ല ട്രാപ്പ് ഡോർ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാർപ്പറ്റ് ഇടാൻ പറ്റത്തില്ല. ഇനി അപ്പോൾ നമ്മൾ ഇത്രയോട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി 2 ലാൻഡേണും കൊണ്ടാണ് തൂക്കിയിടുന്നുണ്ട്. നമുക്ക് അയണില്ല. നമുക്ക് അയണാകുമ്പോൾ അത് ചെയ്യാം. ഇത്ര ആൾക്കാരത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതി. നമുക്ക് വേറെ തുടങ്ങാനായിട്ടൊക്കെ മതി. അപ്പം അങ്ങനെ നമ്മൾ ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. 2 പേരും കുറ്റപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. 2 പേരുടെയും പേര് നിങ്ങൾ മറക്കാതെ തന്നെ ഇടാൻ ശ്രമിക്കുക. ഒരു സാധനം കാണിച്ചു തന്നില്ല. ഇതിൻ്റെ മണ്ടയിലോട്ട് പോയ നമ്മുടെ ടവർ. അതാണ് കഴിച്ച് നമ്മുടെ ടവർ. അപ്പം ഇവിടെ നമ്മൾ ടവർ ഇവിടെ നമുക്ക് എല്ലായിടത്തും നിരീക്ഷിക്കാം. നമ്മുടെ ഫാം ഈ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. കാണത്തില്ല ഇവിടെ നോക്കിയാൽ. റെൻഡർ കുറച്ചിട്ടേക്കുന്നതുകൊണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൽഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിനോട് ഷെയർ ചെയ്യുക. നിങ്ങൾ കൂട്ടുകാരൊക്കെ കാണില്ല, അവർക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, ചെറിയൊരു ശബ്ദത്തിൽ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാത്തതിന് കാരണം ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.